Rakesh Rajiv. I'm Malvika. Welcome to Walk With Me. Hi Malavika, good to have you here. Good to have you too. Uh, Rakesh, I can call you Rakesh. Please call me Rakesh. Yeah. So, Hive. Yeah. ഞാനൊരു ആർട്ടിക്കിളിനകത്ത് ഒരു ന്യൂസ് ആർട്ടിക്കിളിനകത്ത് ഐ റെഡ് അബൌട്ട് യു ആൻഡ് ഹൈവ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. സോ കെൻ യു ടെൽ us about ഹൈവ് ടു സ്റ്റാർട്ട് വിത്ത്? സോ ആദ്യം തന്നെ ഹൈവ് ഒരു കേരള ബോൺ സ്പോർട്സ് വെയർ ആൻഡ് ആക്സസറീസ് സ്റ്റാർട്ടപ്പാണ്. സോ നമ്മൾ പ്രധാനമായിട്ടും സ്പോർട്സ് അപ്പാരൽസ് ആൻഡ് ആക്സസറീസ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എങ്ങനെ വ്യത്യസ്തരാകുന്നു എന്നുള്ളത്, നമ്മളൊരു സ്പോർട്സ് വെയർ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ കോർ വിഷൻ എന്നത് ഇന്ത്യൻ ക്ലൈമറ്റിനും ഇന്ത്യൻ സ്പോർട്സിനും വേണ്ടിയുള്ള സ്പോർട്സ് അപ്പാരൽസും ഗിയേഴ്സും ഉണ്ടാക്കുക. So that is the core vision of starting Hive. Okay. So we are largely a D2C brand. നമ്മൾ കൂടുതലും നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് സെയിൽ ചെയ്യുന്നത്. പല പല സ്പോർട്ടുകൾ, സൈക്ലിംഗ്, റണ്ണിങ്, ക്രിക്കറ്റ് പോലെയുള്ള സ്പോർട്സിന് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് അപ്പാരൽസും ആക്സസറീസും നമ്മൾ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, നമ്മുടെ ബ്രാൻഡിൽ നമ്മൾ സെല് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഹൈവ്. സോ നമ്മൾ സ്പോർട്സ് വെയറിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈ ഫിറ്റ് എന്ന് പറയുന്നത്. അത് ആൻഡ് I have always felt like നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് I have always felt that after a point in time the pores gets clogged and a fabricനൊരു scent വരും. അപ്പം അത് again it's not best for Indian weather അല്ലേ? And most of these technologies are based out of നമ്മൾ normally US എന്നോ ചൈനയെന്നോ ഒക്കെ ആയിരിക്കുമല്ലോ ഇത് വരുന്നത്. So when you said Indian sports അല്ലെങ്കിൽ ഇന്ത്യൻ വെതറിന് വേണ്ടി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പം how is that technology different? Or ഈ dry fit എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? Is it a different variation? Can you tell me about that? സോ നമ്മൾ 2-3 തരത്തിലാണ് ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഫീച്ചർ വൈസ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ റോഡ്സിൻ്റെ രീതി ആവണമെന്നില്ല യൂറോപ്പിൽ. അതുകൊണ്ട് തന്നെ ഒരു സൈക്ലിസ്റ്റിന് വേണ്ട പോക്കറ്റിൻ്റെ ഡെപ്ത് ഇന്ത്യൻ കണ്ടീഷനിൽ വേറെ ആയിരിക്കാം. ദാറ്റ് ഈസ് സംതിങ് വിച്ച് വി ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഫീച്ചർ വൈസ്. രണ്ടാമത്തത് ഫാബ്രിക് വൈസ്. ഇപ്പോൾ മാളവിക പറഞ്ഞതുപോലെ ഡ്രൈ ഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് സ്വെറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. നമ്മൾ അതിൽ നിന്ന് ആ ഡ്രൈ ഫിറ്റ് ഇപ്പോൾ ഒരു ബേസിക് സ്റ്റാൻഡേർഡാണ്, അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാം ഇന്ത്യൻ കൺസ്യൂമറിന് വേണ്ടി എന്നതാണ് നമ്മുടെ തോട്ട്. അപ്പോൾ നമ്മൾ അതിൽ ചെയ്യുന്നത്, ഉദാഹരണത്തിന് ആൻറ്റി ഷാഫിങ്, ഉദാഹരണത്തിന് റണ്ണിങ്ങിൽ ചെയ്യുന്നവർക്ക് ഒരുപാട് മൂവ്മെൻ്റ് ഉള്ള ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് ബോഡിയിൽ ഒരേ സ്ഥലത്ത് സ്കിന്ന് ആയിട്ട് ഫാബ്രിക് ഒരഞ്ഞൊരഞ്ഞ് റാഷസ് ഉണ്ടാകും. സോ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിന് നമുക്ക് ആൻറ്റി ഷെഫിൻ പോലെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ വി ഡെവലപ്പ് ഫാബ്രിക്സ് വെരി പെർട്ടിക്കുലർ ടു ദ സ്പോർട്ട്. മൂന്നാമത്, നമ്മൾ കൂടുതലും ഒരു സ്പോർട്ട് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് എയർ വളരെ പ്രധാനമാണ്. വെന്റിലേഷൻസ് എങ്ങനെ കൊടുക്കും, ഏത് ഭാഗത്താണ് ഹീറ്റ് സോൺ വരുന്നത്. അപ്പോൾ നമ്മളൊരു സ്പോർട്സ് വെയർ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ R&D എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എവിടെയായിരിക്കും ഒരാൾക്ക് ഡിസ്കംഫേർട്ട് വരുന്നത്, ആ പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും. സോ ഇപ്പം ഞാൻ ഈ സ്പോർട്സ് വെയറിൽ എസ്പെഷ്യലി ഇൻ ടീഷർട്സ് ആൻഡ് ഓൾ നമ്മളൊരു സ്ട്രക്ചർ കാണാറുണ്ട്. ലൈക്ക് സൈഡിൽ കുറച്ചുകൂടെ എന്താ പറയുക വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്, ഫ്രണ്ടിൽ അത് കുറച്ചുകൂടെ ഡെൻസ്ലി പാക്ഡ്. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക ആലോചിച്ചെടുത്ത ഒരു ഡിസൈൻ തീരുമാനമാണ്. കറക്റ്റ്, 100%. നമ്മൾ ഒരു സ്പോർട്ടിനാണെങ്കിലും, ഉദാഹരണത്തിന് സൈക്ലിംഗ് എന്ന സ്പോർട്ടിന് നമ്മൾ സൈഡിൽ കുറേ ബ്രീത്തബിൾ മെഷസ് ഒക്കെ കൊടുക്കും. അപ്പോൾ എല്ലാം ആ ഒരു ആക്ടിവിറ്റിയെ എങ്ങനെ കൺഡ്യൂസീവ് ആക്കാം. ആസ് എ ബ്രാൻഡ് നമ്മുടെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് ഇസ് ദാറ്റ് നമ്പർ 1, ഏതെങ്കിലും ഒരാളൊരു സ്പോർട്ട് ടേക്കപ്പ് ചെയ്യാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നെങ്കിൽ ഇൻ ഫ്യൂച്ചർ ദേ ഷുഡ് തിങ്ക് അബൌട്ട് അസ്. ദാറ്റ് ഇസ് എ ഡ്രീം, റൈറ്റ്? അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ ജോലി വി ഫീൽ ഇസ് ടു മേക്ക് ഇറ്റ് കംഫർട്ടബിൾ ഫോർ ദം. അവർക്കൊരു ആക്ടിവിറ്റി ടേക്കപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ടേക്ക് ഓഫ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദി ഒബ്ജക്റ്റീവ്. ഓക്കെ. സോ എങ്ങനെയാണ് ഈ ഹൈവ് തുടങ്ങാനുള്ള വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് സംതിങ് ലൈക്ക് ഹൈവ്? അല്ലെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റ്, അതായത് സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള അപ്പാരൽ, അതൊരു പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്താ പറയുക, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ളൊരു അതൊരു ഡെഫിസിറ്റ് അവിടെ ഉണ്ടായിരുന്നു. സോ യു ഫിഗേർഡ് ഔട്ട് ദാറ്റ് ഡെഫിസിറ്റ് ആൻഡ് യു സ്റ്റാർട്ടഡ് ഇറ്റ്. സോ ഹൗ ഡിഡ് ദാറ്റ് ജേർണി ഹാപ്പൻ? ഓക്കെ. സോ ഞാൻ ആക്ച്വലി എനിക്ക് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലി അല്ല. എൻ്റെ പാരൻസ് ഒക്കെ ഗവൺമെൻറ് സർവൻസ് ആണ്. അപ്പോൾ ഞാൻ MBA ചെയ്തു. സോ ഐ ഡിഡ് ഇറ്റ് ഫ്രം IIM Ahmedabad.
അതിനുശേഷം ഞാനൊരു MNC-യിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എന്നും ഒരു ആഗ്രഹം ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ കേരളത്തിൽ വന്ന് ചെയ്യണം. ഫ്രം എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പോയിന്റ് ഓഫ് വ്യൂ വരണമെന്ന് ആഗ്രഹം. സോ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ചിന്തിച്ചത് എന്താണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലിഷ്ടം പ്രോഡക്റ്റ് ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണം. സർവീസസിനേക്കാൾ കൂടുതൽ എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് എന്തെങ്കിലും പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിരുന്നു. സെക്ടറാണ് നെക്സ്റ്റ് കാര്യം ചിന്തിച്ചത്. സെക്ടർ ചിന്തിച്ചപ്പോൾ 1-2 സെക്ടേഴ്സാണ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ളത്. ഒന്ന് എഡ്യൂക്കേഷൻ, രണ്ടാമത്തത് സ്പോർട്സിലേക്ക് എത്താനുള്ള പ്രൈം ഡ്രൈവർ എൻ്റെ മദറാണ്. സോ എൻ്റെ മദർ ഒരു പ്രൊഫഷണൽ അത്ലീറ്റ് ആയിരുന്നു. റൈറ്റ്. സോ ഷീ യൂസ് ടു റെപ്രസെൻറ്റ് കേരള. ഇപ്പോൾ PT ഉഷയുടെ കൂടെയൊക്കെ 4x100 റിലേസിൽ ഒക്കെ കമ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ലത. അപ്പോൾ നോട്ട് ഓൺലി ഇൻ ദിസ് ബിസിനസ് ബട്ട് ഷീ ഈസ് ഓവറോൾ ആൻ ഇൻസ്പിറേഷൻ ടു മീ. അപ്പോൾ അമ്മയുടെ ഈ ഒരു അമ്മയും അമ്മയുടെ ഫാമിലിയിൽ എല്ലാവരും അത്ലീറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാരണം ഏർലി എക്സ്പോഷർ ടു സ്പോർട്സ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് വൺ ഡ്രൈവർ. സ്പോർട്സിൽ എന്തെങ്കിലും ചെയ്യണം. സോ സ്പോർട്സ് ആൻഡ് പ്രോഡക്റ്റ് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു സ്പോർട്സ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം വന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. So you do only apparels or do you have a peripheral set of products? നമ്മൾ തുടങ്ങിയത് അപ്പാരൽസ് വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്പോർട്ടിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ് റേഞ്ച് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു തോട്ട്. സോ നൗ വി ഹവ് ഗോട്ടൺ ഇൻ ടു ആക്സസറീസ്, അതേപോലെ വെയറബിൾ സൊല്യൂഷൻസ്, ബാഗ്സ്, ഇപ്പോൾ ബോട്ടിൽസ്, ഷേക്കർ ബോട്ടിൽ, ഇപ്പോൾ ജിമ്മിന് വേണ്ടിയുള്ള ഫിറ്റ്നസ് ബാൻഡ്സ് അങ്ങനെയൊക്കെയുള്ള ചില ആക്സസറീസ് വരുമല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന സൈക്ലിങ്ങിന് ഹെൽമെറ്റ്സ് ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ഈ പല പ്രോഡക്ട്സും സൈക്ലിംഗ് വരെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് കൂടുതലും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു ചൈനയിൽ നിന്ന്. We were one of the first brands to manufacture that in India. അപ്പോൾ ഇപ്പോൾ we are at a place wherein we are one of the best sellers in that category and we manufacture entirely in Trivandrum. Kinfra apparel parkലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് and your factory is out of Kinfra apparel park. So ഇതിന്റെ R&Dയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ലൈക്ക് നമ്മൾ മാനുഫാക്ചറിങ് എവിടെ ആവുമ്പോഴത്തേക്ക് obviously there is a lot of R&D part involved. So how do you manage that? Who takes care of that? So fundamentally my greatest passion is product. ഞാൻ നേരത്തെ പറഞ്ഞത്. So this is one area I'm very excited to spend my time in. So product എപ്പോഴും ഞാൻ ഡയറക്റ്റ്ലി നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ബട്ട് even though I just look at it, work എല്ലാം നടക്കുന്നത് there is a dedicated team. അപ്പോൾ ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫാഷൻ ഡിസൈനേഴ്സ് എന്നയുടെ നിന്നുള്ള ഡെവലപ്പേഴ്സ് ഒക്കെ വെച്ചായിരുന്നു. പക്ഷേ ടേൺഡ് ഔട്ട് നമ്മുടെ ബ്രാൻഡിൽ തന്നെ കഴിഞ്ഞ 4 വർഷമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഏർലി സ്റ്റേജിൽ നിന്ന് ഗ്രോ ചെയ്ത ആൾക്കാരാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ ഈഥോസ് മനസ്സിലാക്കുന്നത്. സോ റൈറ്റ് നൗ നമ്മുടെ ഒരു 5 മെമ്പർ R&Dയിലെല്ലാം ഭയങ്കര വലിയ കോളേജിൽ നിന്നുള്ള കുട്ടികളല്ല. ദേ ആർ പീപ്പിൾ ഹു ബീൻ പാർട്ട് ഓഫ് ദ ബ്രാൻഡ്, ദേ നോ വാട്ട് വി ആർ ട്രൈങ് ടു ബിൽഡ്. അവിടുന്ന് വി ആർ ട്രൈങ് ടു ഡു സംതിങ് ടുഗദർ. സോ അങ്ങനെ വലിയൊരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ലാബ് ഒന്നുമല്ല. വി ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു സിറ്റ് ഇൻ എ റൂം, ഒരു സ്റ്റിച്ചിങ് മെഷീൻസ് ഒക്കെ വെച്ച് നമ്മൾ തന്നെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി വെയർ ചെയ്ത് കുറച്ച് പേരെ കൊണ്ട് ചെയ്യിപ്പിച്ച്. So we are a little old school in that. Old school works too, അല്ലേ? So അടുത്ത എനിക്ക് ചോദിക്കാനുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഹൈവിലോട്ടുള്ള ഇൻവോൾവ്മെന്റിനെ പറ്റിയാണ്. So I hear that you did get some sort of support from Kerala Startup Mission. How is that and how is that എങ്ങനെയായിരുന്നു അതിൻ്റെ? ബിക്കോസ് നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO മിസ്റ്റർ അനൂപ് അംബിക ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. സോ he spoke very passionately about startups and ഒരു ഭയങ്കര നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. സോ ഐഡ് ലൈക്ക് ടു നോ. അപ്പോൾ ഞാൻ ആ സൈഡിലെ കഥ കേട്ടു. അപ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു നോ ഓൺ ദിസ് സൈഡ്, ലൈക്ക് ആസ് എ റെസിപ്പിയൻറ്റ് ഓഫ് the grants or funds from Kerala Startup Mission, how did that work out for you? So എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പ് മിഷൻ സോൾവ് ചെയ്യുന്ന 2-3 പ്രോബ്ലംസിൽ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം, ഓഫൺ ഓവർലുക്ക് ചെയ്യപ്പെടുന്ന പ്രോബ്ലം ഈസ് ലോട്ട് ഓഫ് ഓൺട്രപ്രന്യേഴ്സ് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവുന്നത് എങ്ങനെ തുടങ്ങണം എന്നാണ്. വേർ ടു സ്റ്റാർട്ട്. എനിക്ക് സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്നുള്ള ഗ്രേറ്റസ്റ്റ് ഹെൽപ്പ് അവിടെയായിരുന്നു. ഐ സ്റ്റാർട്ടഡ് ഓഫ് ആസ് എ 2-seater. അപ്പോൾ ഒരു 2 സീറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഇഫ് നമ്മുടെ ഐഡിയ അവർക്ക് ഒരു ഇന്നോവേറ്റീവായിട്ട് തോന്നിയാൽ നമുക്ക് 1-2 സീറ്റ്സ് അലോട്ട് ചെയ്യും, ഇൻക്യുബേഷൻ പോലെ, ഫോർ 6 months. സോ അത് ഫോർ സംബഡി സ്റ്റാർട്ടിങ് അപ്പ് ഇറ്റ്സ് എ ഗുഡ് സ്പേസ്. കാരണം നമ്മുടെ ഇൻ ദെയർ ഫെസിലിറ്റി. അപ്പോൾ വി ആർ സറൗണ്ടഡ് ബൈ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. അവരുടെ തന്നെ പല സർവീസസ് ഉണ്ട്.
അപ്പോൾ ഫോർ മീ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. ആൻഡ് അവിടുന്ന് മുന്നോട്ടാണ് ദെൻ ദർ ആർ ഡിഫറെൻറ്റ് സീക്വൻസ് ഓഫ് ഫണ്ട്സ്, നമ്മുടെ സ്കെയിൽ അപ്പ് ഗ്രാൻഡ്സ്, അങ്ങനെ പല ഗ്രാൻഡ്സ് ഉണ്ട്. പക്ഷേ ഈ ഗ്രാൻഡ്സിനൊക്കെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങും അതുപോലെ സ്കെയിലിംഗ് സ്റ്റേജിൽ അവർ തരുന്ന എക്സ്പോഷറും ഇസ് സംതിങ് വിച്ച് ഇസ് എനിക്കൊന്ന് കേരളത്തിന് വളരെ സ്ട്രോങ് ആണ്. ഈവൻ കിൻഫ്ര, നമ്മളിപ്പോൾ കിൻഫ്രയിൽ നിൽക്കുമ്പോഴും ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനികൾക്ക് ഇപ്പോഴും കേരളത്തിൽ കുറച്ചുകൂടെ സിസ്റ്റംസ് ഇവോൾവ് ചെയ്യുന്നേ ഉള്ളൂ. ബട്ട് എനിക്ക് കിൻഫ്രയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട്സ് അലോങ് ദ വേ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഇനീഷ്യലി ഓഫീസ് തുടങ്ങിയിട്ട് we set up a 1,000 square feet or small factory in Kinfra ഇവിടെ in a small floor. അപ്പോൾ ആ ഒരു 1,000 square feetന് നമുക്ക് അന്ന് കിട്ടാൻ നമ്മുടെ ഒരു സ്റ്റാർട്ടിങ്ങിന് അന്ന് നമ്മൾ ജേഴ്സി ഷോപ്പായിട്ടാണ് തുടങ്ങുന്നത്. So that helped us to start off. Now we have expanded to a 17,000 square feet facility 2 years back. How many numbers strong are you? So we are a team of 160 now, including manufacturing and product and sales. And മിക്കവരും തിരുവനന്തപുരത്ത് തന്നെയാണ്. Then we have some people in Bangalore and Mumbai as well. സോ നമ്മൾ ഫണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനൊരു സീഡ് ഫണ്ടിങ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പം കിൻഫ്ര ഉണ്ടെങ്കിലും സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടെങ്കിലും and I'm very proud to say this, Dr. Rahul Rajiv, your brother, I'm his patient. So ഡോക്ടറിന് അതിനൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. So tell me about that. Yeah. So ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന് ഏറ്റവും ഇനിഷ്യലി വളരെ പ്രയാസമുള്ളത്. സോ വളരെ ഏർലി സ്റ്റേജിൽ നമ്മുടെ ബിസിനസ്സിൽ ബിലീവ് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ആൻഡ് ഗെറ്റിംഗ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. ഞാൻ മൈ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ഹസ് ബീൻ ദാറ്റ് I've not had to go out and look out for an investor. So I got a great thing that my brother believed in, and he's always been the my what to say, from a guiding point of view. ഞാൻ എപ്പോഴും I've looked up to him, right? I've always learned from him. And ഇങ്ങനൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴും മൈ ഫാമിലി വാസ് വെരി കൺസേൺഡ് അല്ലേ. കാരണം MBA കഴിയുമ്പോൾ കുറച്ച് നമുക്ക് നല്ലൊരു സാലറി ജോബാണ്. അപ്പോൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കേരളത്തിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് എപ്പോഴും അവർക്കൊരു വിഷമമാണ്. ബിക്കോസ് മൈ പാരൻസ് ആർ ഫ്രം എ വെരി അവർ ഗവൺമെൻറ് സാലറീഡ് ബാക്ക്ഗ്രൗണ്ട് ആണ് അങ്ങനെ. ബട്ട് ബ്രദർ വാസ് വൺ ഹു ബാക്ക് മീ ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജസ്. ആൻഡ് financial, yes, but more importantly he backed the idea about you should try something. And even till now we've tried to be bootstrapped. നമ്മുടെ ഫണ്ട്സ് വെച്ച് തന്നെയാണ് ടച്ച്വുഡ് we have grown. But നമുക്കുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റർ, our angel here is my brother. So he is having that always. ഇത് not only from a financial standpoint he contributes. From even though he's a doctor, he understands a lot about. He's a very creative doctor. Very creative doctor. You're right. So I take a lot of advices from him too. Yeah. So having that in the family is something which was a blessing to me. That's great. നമ്മൾ ഇതിന്റെ ഒരു ബേസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. Now let's come to the glamour part of it. Okay. You like Hives is the one that supplies jerseys for Chennai Super Kings. Correct. So you're part of IPL in that way. Right. How did that come about and how was that experience? Right. So ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിൽഡിംഗ് ഫോർ ഇന്ത്യ എന്നത് നമ്മുടെ DNA-യുടെ ഒരു അടിസ്ഥാന ഘടകമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ തോട്ടുമായിട്ടാണ് ചെന്നൈയിൽ പോകുന്നത്. സോ ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്ന് വെച്ചാൽ ചെന്നൈ കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ന് ചില പ്രോഡക്ട്സ് അവരുടെ ഡയറക്ടർ ബോർഡിലുള്ള കുറച്ച് പേര് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിരുന്നു. ആൻഡ് ദേ സീം ടു ഹവ് ലൈക്ക് ദ പ്രോഡക്റ്റ്. സോ ദേ റീച്ച്ഡ് ഔട്ട് ടു അസ് ലാസ്റ്റ് ഇയർ വിത്ത് സം സ്മോൾ ഓർഡർ. നമ്മളത് ചെയ്തു ആൻഡ് ഫോർച്യുനേറ്റ്ലി വി കുഡ് ഡു വെൽ. ഈ വർഷമായപ്പോഴത്തേന് ദേ ഇനിഷ്യേറ്റഡ് എ കോൺവെർസേഷൻ. ലുക്ക്, ദേ വോണ്ട് ടു ബിൽഡ് സംതിങ് ഫോർ ദ ഫാൻസ് ആൻഡ് എക്കോ സിസ്റ്റം. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ സ്പോർട്സ് വെയറിലാണെന്ന് അറിയാം, ക്രിക്കറ്റിൽ നിങ്ങൾക്ക് പ്രോഡക്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ തോട്ട് ഈസ് ഓക്കെ, നമ്മൾ വി ആർ ട്രൈങ് ടു ബിൽഡ് ഫോർ ഇന്ത്യ. നമുക്ക് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഇന്ത്യയിൽ ഏറ്റവും ഫാൻ ഫോളോഡ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ചെന്നൈ. അപ്പോൾ അവർക്ക് വേണ്ടി, ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാം. സോ മോർ ദാൻ ജസ്റ്റ് ജേഴ്സീസ് എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ആക്ച്വലി പ്ലെയർ ടീഷർട്ട്സ് ചെയ്യുന്നില്ല, റൈറ്റ്? വാട്ട് വി ഡു ഇസ് അവരുടെ ട്രാവൽസ്, കാഷ്വൽസ്, അവരുടെ ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ്, ഫാൻ മെർച്ചൻഡൈസസ് എൻറ്റയർലി, ബാഗ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ഒരു 20 പ്രോഡക്ട്സിൻ്റെ റേഞ്ചാണ് ചെയ്യുന്നത്. ഓരോ പ്രോഡക്റ്റിലും നമ്മൾ എന്തെങ്കിലും ഒരു അവരുടെ CSK എന്ന ടീമിൻ്റെ
ഒരു കോർ കൾച്ചർ ഇംബൈബ് ചെയ്യുന്ന പ്രോഡക്ട്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈവൻ അതിൻ്റെ പേരുകൾ നോക്കിയാലും അൻപുതൻ പോളോ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ചെയ്യുന്നത്. Okay. If you don't mind, what is the എന്താ പറയാ order size of this kind of order? Seasonal ആണല്ലോ ഇത്. Right. അപ്പം what is the kind of size that you're talking about? Right. So what we are looking at is digitally there are around 22.3 million followers for CSK in Instagram. So we always target how to capture at least 2 lakh of those consumers onto our funnel, right? So അപ്പോൾ നമ്മുടെ ഇവിടുന്നുള്ള പ്രൈമറി ഈസ് ചെന്നൈ ഓഡിയൻസിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിലെ പ്രോഡക്ട്സ് ആണ് ലിസ്റ്റ് ചെയ്യുന്നത്, ആൻഡ് ദേ കം ടു അവർ വെബ്സൈറ്റ്. So as of now we are getting a good number of people ordering from our website. Okay. So we are hoping if we give them a good experience, they can come back and buy the other product ranges which we've built over the years. So that is the idea. Okay. So it's not just a one B2B order. അങ്ങനെയുള്ളതും ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ നമ്മളിതിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ഓരോരോ ആൾക്കാർ ഇന്ത്യയിൽ അക്രോസ്, ഇപ്പോൾ ധോണിയൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ത്യ അക്രോസ് ഫാൻ ബേസ് ഉള്ളൊരു ടീമാണ്. സോ അവർ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് വാങ്ങുമ്പോൾ gives us an opportunity to serve them in a good way so that they can come back. Pan India, yes. Yeah. So you came up with this design your jersey concept like, in your website. I think that is that was one of the key factors for our initial boom, alle. Correct. So how was that like? So നമ്മൾ ആസ് എ ബ്രാൻഡ് നേരത്തെ പറഞ്ഞു വി ആർ ട്രൈങ് ടു ബിൽഡ് ഫോർ ഇന്ത്യ. അപ്പോൾ നമ്മൾ അപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇന്ത്യൻസ് ഹവ് ഇൻക്രീസിംഗ്ലി ട്രൈങ് ടു ഷോപ്പ് ഓൺലൈൻ. സോ ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, ഓഫ്ലൈൻ റീറ്റെയിൽ സ്റ്റോഴ്സ് ഉണ്ട്. സോ നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഒരു ഓൺലൈനിൽ നല്ല എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാം. സോ അത് ചിന്തിച്ചപ്പോഴാണ് ഓക്കെ പല ആൾക്കാർക്കും ഇപ്പോൾ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, ക്യാൻ ദേ കസ്റ്റമൈസ് എ സിംഗിൾ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മളതൊരു സെലക്റ്റീവ് ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തു, ആൻഡ് ദെൻ വി ഗിവ് ദി ഓപ്ഷൻ ടു ദ കൺസ്യൂമർ ദാറ്റ് ലുക്ക് we have a good range of products. If you're feeling creative, if you to really flaunt your individuality, you can actually go ahead and customize a product. Maybe create a color combo which is good for you, maintaining some features as is, that level of customization, but അത് ആക്ച്വലി നമുക്ക് ഈവൻ ദോ നമ്മുടെ കോർ റവന്യൂ ബിസിനസ് അല്ലെങ്കിലും വേറൊരു ബ്രാൻഡ് ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് പല കൺസ്യൂമേഴ്സിനും ആദ്യമായിട്ട് നമ്മളെപ്പോലൊരു അൺനോൺ ബ്രാൻഡിനെ ഇനിഷ്യലി ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ദാറ്റ് ഈസ് ഗിവൺ. Because normally ഇങ്ങനത്തെ ബ്രാൻഡ്സിന് ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്, റൈറ്റ്? ആൻഡ് ദാറ്റ് ഈസ് വേർ യു മേക്ക് യുവർ മണി, ദാറ്റ് ഈസ് വേർ ഇറ്റ് becomes a sustainable, successful business model. അപ്പോൾ when you do a design your own jersey എന്ന് പറയുമ്പോഴത്തേക്ക് it's literally one piece, alle. You might have 1,000 order, but it is all a single piece. So how do you manage adinte manufacturing? Correct. So നമുക്ക് മാളവിക പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഒരു യൂണിറ്റ് എക്കണോമിക്സ് വൈസ് ഒരു ബൾക്ക് ഓർഡർ ചെയ്യുന്ന പോലെ ഒരിക്കലും നമുക്കൊരു കസ്റ്റമൈസ്ഡ് ഓർഡർ ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മളതിൽ ചെയ്യാൻ നോക്കുന്ന ചില എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെക് ഡ്രിവൺ സിസ്റ്റമാണ് മാനുഫാക്ചറിങ്ങിൽ കൊണ്ടുവന്നത്. അപ്പോൾ ബിക്കോസ് വി ഓൺ അവർ ഓൺ മാനുഫാക്ചറിങ്, നമുക്ക് ആ ഒരു ടെക്നോളജി വെച്ച് ഒരു സിംഗിൾ ലൈൻ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ വി ഹാഡ് എ ഡെഡിക്കേറ്റഡ് സിസ്റ്റം, നമ്മുടെ ഓവറോൾ സിസ്റ്റത്തിൻ്റെ ഒരു സൈഡ് സിസ്റ്റമായിട്ട് വിച്ച് ഗോസ് ത്രൂ ദാറ്റ്, റൈറ്റ്? ഈ ഓൺലൈൻ ഓർഡേഴ്സിന് ഒരു കസ്റ്റം ഓർഡറിനെ എങ്ങനെ ഒരു 7 daysനുള്ളിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് അയക്കാം, റൈറ്റ് ഫ്രം സ്ക്രാച്ച്. സോ അത് ആ ഒരു അജിലിറ്റി നമുക്കുണ്ടായിട്ടുണ്ട്. ബട്ട് അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രം എ സ്കെയിൽ സ്റ്റാൻഡ് പോയിന്റ് നമുക്ക് ഇതൊരു അക്വസിഷൻ ചാനലാണ് ഈ കസ്റ്റമൈസ് എന്ന് പറഞ്ഞത്. നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് അതിൽ കാണുന്നത് ഈ ചെയ്യുന്ന കസ്റ്റമൈസേഷൻ ചെയ്യുന്നവരിൽ 45% of them actually come back and buy the rest of the products from us. So that is the most important metric for us when we evaluate our experience of customers. Are they coming back and what are they buying? So they might come in for the customization, but are they staying for the rest of the product and the quality? So അതാണ് നമ്മൾ കസ്റ്റമൈസേഷനകത്ത് നെയിം ഉണ്ടോ? ലൈക്ക് can you we can do that, yes. Okay, because that will be something everybody will be interested to know. So Chennai Super Kings in the jersey la, if you can have your name done or അവരുടെ എന്താ പറയുക, what you call that, അവരുടെ brand products അല്ലേ? Correct. CSK actually അവരുടെ thought is that they wanted ഇപ്രാവശ്യം നോട്ട് വിത്ത് കസ്റ്റമൈസേഷൻ, ബിക്കോസ്
അവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ടേൺ അറൗണ്ട്, ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്മോൾ സീസൺ അല്ലേ. അപ്പോൾ നമ്മളൊരു കളിക്ക് 2 ദിവസം മുമ്പായിരിക്കും ചിലപ്പോൾ ഒരാൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ അവരുടെ ഫോക്കസ് വാസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 3-4 ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് കിട്ടുക. സോ നമ്മുടെ ഫോക്കസും ഹസ് ബീൻ ടു ഗിവ് ദം എ ഫാസ്റ്റ് ടേൺ അറൗണ്ട്, സോ ദാറ്റ് പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് ചിന്തിക്കുമ്പോഴും ദേ ആർ ഗെയിം റെഡി വിത്ത് ദി അപ്പാരൽസ്. മനസ്സിലായി. സോ ഇത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിൽ മാനുഫാക്ചറിങ് ഉള്ള ഒരു കമ്പനിയാണ്. ഹൗ ഡസ് ദാറ്റ് അഫക്റ്റ് ഓർ ഹെൽപ്പ് ഓർ ആക്സിലറേറ്റ് യുവർ ഇൻ്റർനാഷണൽ orders? In the international scheme of things, how does this work? Is it a good thing? Is it a bad thing? Endana, what is it? സോ നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ളൊരു തോട്ട് എന്താണ്, ദാറ്റ് കേരളത്തിൽ നിന്ന് നാഷണൽ ലെവലിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് തോട്ട്. സോ സിൻസ് വി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ദാറ്റ് ഫണ്ടമെൻ്റൽ തോട്ട് ദാറ്റ് വി വാണ്ട് ടു ബിൽഡ് സംതിങ് ഫ്രം ഹിയർ, ചാലഞ്ചസ് ആർ ഡെഫിനറ്റ്ലി ദർ. ഇപ്പോൾ ഇൻ്റർനാഷണലി ആയിക്കോട്ടെ, ഇപ്പോൾ നമുക്ക് നാഷണൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണെങ്കിലും റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ആണെങ്കിലും ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒരു നമ്മൾ ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോൾ ഒരു ബാംഗ്ലൂർ പോകാനുള്ള ഇപ്പോൾ ഈവൻ ഇൻവെസ്റ്റേഴ്സ് സംസാരിക്കുമ്പോഴും വൈ ഡോണ്ട് യു ഗോ ടു ബാംഗ്ലൂർ, ആ ഒരു ചോദ്യം എപ്പോഴും വരും. ബട്ട് വാട്ട് വി ഫോക്കസ് ഇസ്, ദിസ് ഈസ് വൺ ഓഫ് അവർ ഫണ്ടമെൻ്റൽ തോട്ട്സ് വെൻ വി സ്റ്റാർട്ടഡ്. നമുക്ക് നാട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യണം. സോ ഹൗ ടു സോൾവ് ദ പ്രോബ്ലംസ് ദറ്റ് കംസ് വിത്ത് ഇറ്റ് എന്നാ ചിന്തിക്കുന്നത്, നോട്ട് ദാറ്റ് ദർ ആർൻറ്റ് പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മൾ ഓരോ ഇഷ്യൂസ്, ഇപ്പോൾ ഉദാഹരണത്തിന് റോ മെറ്റീരിയൽ ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ പല റോ മെറ്റീരിയലും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും സൂറത്ത് നിന്നും ലുധിയാന ഡൽഹിയിൽ നിന്നും ഒക്കെയാണ്. സോ നമ്മൾ കുറച്ച് ഏർലി ഫോർകാസ്റ്റ് ചെയ്ത് റോ മെറ്റീരിയൽസിന് ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ നേരത്തെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി മൂവ് ചെയ്യാൻ പറ്റും. സോ വി ട്രൈ ആൻഡ് സേവ് കോസ്റ്റ്. ഡസൻറ്റ് മീൻ ദർ ഇസ് സീറോ കോസ്റ്റ് അല്ല, എന്തായാലും ഉണ്ടാവും. പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ ഇപ്പം മുമ്പ് ചില ആക്സസറീസ് ചൈനയിൽ നിന്ന് വരുമായിരുന്നു. വാട്ട് വി ട്രൈ ആൻഡ് ഡു ഇസ് മേ ബി വിൽ ടേക്ക് 1 year, പക്ഷേ പാരലലി നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സ് ചില ആക്സസറീസ് ചെയ്യുന്നവരെ കൊണ്ട് ഇനിഷ്യലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചില ആക്സസറീസ് ഡെവലപ്പ് ചെയ്യാനും നോക്കും. സോ ഓൾ റൗണ്ട് ദ തോട്ട് ഹിയർ ഇസ്, കേരളത്തിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ വി നോ ദർ ആർ എ ലോട്ട് ഓഫ് ഡിസഡ്വാൻറ്റേജസ് വിച്ച് ആർ ഗോണ വർക്ക് അഗെയിൻസ്റ്റ് അസ്, ബട്ട് വി ആർ ട്രൈയിങ് ഹാർഡ് ടു ബിൽഡ് ദാറ്റ് ഫ്രം കേരള. ആൻഡ് നമ്മൾ മാത്രമല്ല, ദർ ആർ ദ പോസിറ്റീവ് തിങ് ഇസ്, വാട്ട് ഈസ് മോട്ടിവേറ്റിംഗ് ഇസ് ദർ ആർ ലോട്ട് ഓഫ് ഡയറക്റ്റ് ടു കൺസ്യൂമർ കമ്പനീസ് ആൻഡ് ബ്രാൻഡ്സ് ദറ്റ് ഹാവ് സ്റ്റാർട്ടഡ് ഓഫ് ലേറ്റ്. ഒരുപാട് ബ്രാൻഡ്സ് പാരലിൽ മാത്രമല്ല അക്രോസ് പ്രോഡക്ട്സ് ഉണ്ടായിട്ടുണ്ട്. So that shows ഒരുപക്ഷെ കേരള can eventually over the years become actually a good base for a lot of companies coming up in Burma. So what is your international impact with this whole thing? So in terms of sending in products outside. Correct, yeah. So ഞങ്ങൾ ഇതുവരെയും എക്സ്പോർട്ട് എന്ന ബിസിനസ് കൂടുതലും B2B എന്നതിലാണ് ചെയ്യുന്നത്. ഉദാഹരണം, നമ്മളൊരു ഇൻ്റർനാഷണൽ ടീമുമായിട്ടോ ഒരു ക്ലബ്ബുമായിട്ടോ അസോസിയേറ്റ് ചെയ്യുമ്പോൾ വി ട്രൈ ആൻഡ് ഷിപ്പ്. ഫ്രം എ ലോജിസ്റ്റിക്സ് പോയിന്റ് ഓഫ് വ്യൂ, കേരളം ആക്ച്വലി എസ്പെഷ്യലി വിഴിഞ്ഞം പോർട്ടും ഒക്കെ വരുമ്പോൾ നമുക്ക് കൺഡ്യൂസീവായ എൻവയോൺമെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് പലതരത്തിലുള്ള ഷിപ്പിംഗ് മെത്തേഡ്സ് എയർ വഴിയുള്ളതും ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഈ യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ദ പ്രൈസ് ഇസ് സോ ഹൈ ദെയർ. നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഏകദേശം 5x ഒക്കെയാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. സോ ഈവൻ ഇഫ് വി ഗോ വിത്ത് എൻ എയർ ട്രാൻസ്പോർട്ട് വി സ്റ്റിൽ ഏബിൾ ടു മാച്ച്, ബിക്കോസ് നമ്മളെപ്പോഴും പറയുന്നത് ഓക്കെ വി ആർ നോട്ട് ട്രൈങ് ടു ഗിവ് യു എ ചീപ്പ് പ്രോഡക്റ്റ്. നമ്മൾ ഈവൻ നമ്മുടെ ഇന്ത്യൻ പ്രോഡക്ട്സിലും സംതിങ് ദറ്റ് വി ആർ വെരി ക്ലിയർ ഇസ്, നമ്മൾ ഏറ്റവും ലോ പ്രൈസ്ഡ് പ്രോഡക്ട്സ് അല്ല ചെയ്യാൻ നോക്കുക. നമ്മുടെ കോർ ഫോക്കസ് ഇസ് ഓൺ വാല്യൂ ഫോർ മണി പ്രോഡക്ട്സ്. അപ്പോൾ നമുക്ക് 2000 rupees ഉള്ള പ്രോഡക്ട്സും ഉണ്ട്, 3000 ഉള്ളതുണ്ട്, ആൻഡ് ദർ ആർ പ്രോഡക്ട്സ് അറ്റ് 499 as well. ഒരു കൺസ്യൂമർ ഒരു വാങ്ങുമ്പോൾ അയാൾക്ക് ആ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്ന എമൗണ്ടിന് ഏറ്റവും വെർത്താക്കുക എന്നുള്ളതാണ് വാട്ട് വി ട്രൈ, റൈറ്റ്? സോ ഇൻ്റർനാഷണലി നമ്മൾ ആ പ്രോഡക്ട്സ് കൊടുക്കുമ്പോഴും നമ്മുടെ തോട്ട് ഇസ് അവർക്ക് ആ 5x കിട്ടി അവിടെ കിട്ടുന്ന അതേ പ്രോഡക്റ്റുമായിട്ട് മാച്ച് ചെയ്യുക. ആൻഡ് ലോജിസ്റ്റിക്കലി ഫ്രം ഹിയർ ഇൻ്റർനാഷണലി ഫോർ B2B ഓർഡേഴ്സ് ആസ് ഓഫ് നൗ അത്ര വലിയ ഹാസൽസ് ഇല്ല. സോ നെക്സ്റ്റ് തിങ് ഐ വാണ്ടഡ് ടു ആസ്ക് വാസ് അബൌട്ട് ദ ക്വാളിറ്റി. ഇപ്പം പ്രൈസിങ് ആൻഡ് ക്വാളിറ്റിയുടെ കാര്യം ചോദിക്കണം എന്നിരിക്കുമായിരുന്നു. അപ്പം യു സെഡ് യു സ്റ്റാർട്ട് ഫ്രം 499 ഓൺവേർഡ്സ്. ഐ എം തിങ്കിങ് യു ആർ ടോക്കിംഗ് ഫ്രം എ ജേഴ്സി പെർസ്പെക്റ്റീവ്. ഓക്കെ, സോ 499 to ഒരു 3000 വരെ റേഞ്ചിലുള്ള കാര്യങ്ങൾ. സോ നൗ ഹൗ ഡു യു ഫിഗർ ഔട്ട് ദ ക്വാളിറ്റി ഫോർ ദിസ്? അപ്പോൾ ഇതിനൊരു കമ്പാരിസൺ ഉണ്ട് അല്ലേ? ഇപ്പം മാർക്കറ്റിലുള്ള
ഒരു സെറ്റ് ഓഫ് പ്രോഡക്ട്സുമായിട്ടായിരിക്കും ഇതിനെ എന്താ പറയുക ഹൈവ്സിൻ്റെ പ്രോഡക്റ്റിനെ കൺസ്യൂമേഴ്സ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഹൗ ഡു യു മാനേജ് ദാറ്റ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എന്താ പറയുക കമ്പാരിസൺ ഇൻ ടേംസ് ഓഫ് ദി പ്രോഡക്റ്റ്? മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം സെറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യമാണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്നത്. സോ ഇവിടെയാണ് നമ്മൾ ഇനിഷ്യലി ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വി സ്റ്റാർട്ടഡ് വെരി സ്ലോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രോ ചെയ്യാൻ നോക്കുന്നത് ഇസ് ദാറ്റ് ആ ഒരു പ്രൊഡക്ഷൻ ബാക്ക് ബോൺ ആസ് എ ബ്രാൻഡ് നമുക്ക് വളരെ പ്രധാനമാണ്. എന്തിന് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടേൺ അറൗണ്ട് ടൈം, ദ സെക്കൻഡ് ഇസ് കൺട്രോൾ ഓവർ ക്വാളിറ്റി. ഇപ്പം നമുക്ക് ഒരു 3 ടയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മുടെ കമ്പനി ആയതുകൊണ്ട്, മാനുഫാക്ചറിങ് ആയതുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നു. സോ നമുക്ക് ചില ക്വാളിറ്റി മാനുവൽസ് വെക്കാനും അത് മൾട്ടിപ്പിൾ ലെവൽസ് നമുക്ക് തന്നെ റിജക്ഷൻസ് ഉണ്ട്. സാധാരണ ബ്രാൻഡ്സ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ആണെങ്കിലും ദേ ഔട്ട്സോഴ്സ് ദെയർ because of the volume that they have. They have a third party. And they'll outsource it to a factory. So they go through their own interest. This scale what we are working in, നമ്മുടെ എല്ലാ products are always tested by our own team. നമ്മുടെ ഫാക്ടറീസിലാണ് നമ്മുടെ 90% പ്രോഡക്ട്സും ചെയ്യുന്നത്. So we establish a system. So ഇതാണ് നമ്മുടെ ഇപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ടമെൻ്റൽ ബാക്ക് ബോൺ. മൂവിങ് ഫോർവേഡ് as well, wherever we move this to, quality maintenance we recognize is very very paramount in the sector that we are working. കാരണം ഇന്റർനാഷണൽ ബ്രാൻഡ്സുമായിട്ടും ഒക്കെ നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് കോംപ്രമൈസ് ചെയ്ത് നമുക്കൊരു പ്രോഡക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നത് we are all convinced. And I heard something about the Mission 1000 company. Tell me about that. In detail കൂടുതൽ അതിനെപ്പറ്റി ചോദിക്കാൻ എനിക്കറിയില്ല. So that's something which is recent. നമുക്ക് before the Chennai Super Kings project, we got a recognition from the government that there is an interesting project of the government called Mission 1000. അതിൽ കേരളത്തിൽ നിന്നുള്ള 1000 കമ്പനീസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഗോൾ. I think it's around 300 now, I'm not sure. But ആ കമ്പനീസിന് ദേ ലുക്ക് അറ്റ് അവരൊരു ഇവാലുവേഷൻ ഒരു കമ്മിറ്റി മീറ്റിങ്ങിലൂടെയൊക്കെ പോകും. നമ്മുടെ സ്റ്റാർട്ട് മിഷൻ പോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ഇന്നോവേറ്റീവ്നെസ്സും ഒരു സ്കെയിലിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ദേ സെലക്ട് us in the program. ആ പ്രോഗ്രാമിന് അതിൻ്റേതായ ചില ബെനിഫിറ്റ്സ് ഉണ്ട്. ആൻഡ് ആസ്പയറിങ് ഓൺട്രപ്രീനേഴ്സ് എല്ലാവരും ചെക്ക് ചെയ്യേണ്ട ഒരു സ്കീമാണെന്ന് തോന്നുന്നു. വെരിൻ ചില സബ്സിഡീസ്, ചില ഇൻട്രസ്റ്റ് വേവേഴ്സ്, ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് വേവേഴ്സ് ഒക്കെ ഉള്ള സ്കീമാണ്. അപ്പോൾ അതിൽ ദാറ്റ് ഇസ് സംതിങ് വിച്ച് കെയിം അപ്പ് റീസെൻ്റ്ലി ഫോർ അസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ആസ് എ ബൂട്ട് സ്ട്രാപ്പ് ബ്രാൻഡ്, നമ്മൾ സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങുന്ന ബ്രാൻഡിന് we need all the help that we can get, right? So അതുകൊണ്ട് these are all small things which always contribute to any small startup growing eventually എന്ന് തോന്നുന്നു. So what is your aspiration for the brands going ahead, like a 5-year plan, 10-year plan? Because I see tremendous growth for the idea that you have, for the products that you have. So what is your plan for the next years? So what we see right now in India എന്ന് വെച്ചാൽ, ഒരുപാട് പേര്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഫിറ്റ്നസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആസ് എ ബ്രാൻഡ് our dream is that anybody who want to take up any activity in India, we want us to be one of the brands that they think about initially. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൈവ് എന്ന പേരും ഒക്കെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഈ ബി ഹൈവിൻ്റെ കോൺസെപ്റ്റ് എന്നാണ്. സോ വി വോണ്ട് ടു ബി ദാറ്റ് ഹബ് ഓഫ് ദോസ് ആക്റ്റീവ് പീപ്പിൾ ഇൻ ഇന്ത്യ, റൈറ്റ്? സോ ഒരു അപ്പാരലും ആക്സസറീസിനും മുകളിലോട്ടും കൂടുതൽ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാനും ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യാനും we would like to build that ecosystem. Definitely build a product range for people who are into activities. ഇപ്പോൾ നമ്മൾ 4 സ്പോർട്സിലാണുള്ളത്. We wish to expand to more, and for each sports try and develop more products too. So ആ ഒരു SKU increase എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാനാണ് നമുക്ക്. ഇതെല്ലാം ഡയറക്റ്റഡ് ടുവേർഡ്സ് ഏതൊരു സ്പോർട്സിനും ഇന്ത്യൻ കൺസ്യൂമറിന് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ്
നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം എന്നുള്ളത് ഇസ് ദ ലോങ് ടേം ഗോൾ. And now we also talk about funding in the company evaluation, funding eduthu. We see a lot of brands opening stores all over India. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ for you? ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ എനിക്കൊന്ന് റീറ്റെയിൽ സ്കെയിലിംഗ് ബിക്കംസ് എ വെരി ലുക്രേറ്റീവ് തിങ് ടു ഡു സീംസ് ലൈക്ക്. പല ഡയറക്ട് ടു കൺസ്യൂമർ ബ്രാൻഡ്സ് സ്റ്റാർട്ടഡ് ലാസ്റ്റ് 5 years. അതെ അതെ. You've been seeing that change അല്ലേ? That's true. So ഒരുപാട് D2C ബ്രാൻഡ്സ് അത് ചെയ്യുന്നുണ്ട്. ആസ് ഓഫ് നൗ നമുക്ക് റീറ്റെയിലായിട്ട് ഇറങ്ങുക എന്നുള്ളത് നമ്മുടെ ഇനിഷ്യൽ തോട്ടിലുള്ളതല്ല. വി ആർ ഇനിഷ്യലി എ ഡിജിറ്റൽ ഫസ്റ്റ് ബ്രാൻഡ് വിച്ച് വി ആർ ക്ലിയർ അബൌട്ട്. Should we get into retail or not is something which we'll have to decide in the next 2 years. But I'm sure that ഒരു പരിധിക്കുള്ള നമ്മൾ സ്കെയിൽ ചെയ്യാൻ ഒരു ഒമ്നി ചാനൽ, അതായത് റീറ്റെയിലും മാർക്കറ്റ് പ്ലേസും നമ്മുടെ വെബ്സൈറ്റും എല്ലാം ഡെവലപ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത് I'm sure. Oh, great. It was a good conversation. Thank you so much for spending this much time with me, and thank you for being on Walk With Me. Thank you, Malini.